ഞങ്ങൾക്ക് കല്യാണം ആയത് മുതൽ എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയാണ്. ഓരോ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അഭിയോട് ഏട്ടൻ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്നാണ് അതെല്ലാം കള്ളമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം സത്യസന്ധനല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു വസു. സ്വാർത്ഥതയുള്ളവനായി നിഷ്കളങ്കതയുടെ മറവിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല വസു. അദ്ദേഹം ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ ഭർത്താവിനെ വീണ്ടും ഒരു നല്ല മനുഷ്യനാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തെറ്റാണോ വസു? ഏട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞ ഭാസ്കരേട്ടന്റെ സ്വഭാവത്തിന് മാറ്റം വരൂ ചേച്ചി. അഭി അദ്ദേഹത്തെ മാറ്റും. അഭിക്ക് അത് സാധിക്കുള്ളൂ. വേണ്ട ചേച്ചി, ആരായാലും സ്വയം മാറുക എന്നല്ലാതെ മറ്റാരും പറഞ്ഞു മാറ്റാൻ ശ്രമിക്കരുത്. ആവശ്യമില്ലാതെ ഭാസ്കരേട്ടനെയും അഖിലിനെയും വിഷമിപ്പിക്കുന്നതല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാവില്ല ചേച്ചി. ഞാൻ എന്തായാലും പറയില്ല, ചേച്ചിയും പറയരുത്. ഇല്ല വസു, ഈ കാര്യത്തിൽ നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. എന്റെ മകനെ പോലെ കരുതുന്ന അഭിയെ എന്റെ ഭർത്താവും അനിയനും കൂടി പറ്റിക്കുമ്പോ എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അന്ന് നിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ സംസാരിക്കണമായിരുന്നു. തെറ്റ് പറ്റിപ്പോയി വസു. വീണ്ടും ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. ഈ വീട് പഴയതുപോലെ ആകണമെങ്കിൽ ഏട്ടനും അഖിലും നല്ല മനുഷ്യരായിട്ട് മാറണം. അഭിയോട് സത്യം പറഞ്ഞേ പറ്റൂ. ചേച്ചി, എന്താ അമ്മേ, അഭിയോട് സ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യം അമ്മ എന്തുകൊണ്ട് പറഞ്ഞില്ല? അമ്മ ചോദിച്ചിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് സ്വത്ത് കിട്ടുമായിരുന്നില്ലേ? എങ്ങനെയാടാ എന്നോട് ചോദിക്കാൻ പറയുന്നേ? കുടുംബ സ്വത്താണെങ്കിൽ ചോദിക്കാം. അത് അവന്റെ മാത്രം സ്വത്താ. ഒരു രൂപ പോലും നമ്മുടേതല്ല. അവൻ മനസ്സറിഞ്ഞ് തരുന്നതല്ലാതെ എനിക്ക് എങ്ങനെ ചോദിച്ചു വാങ്ങാൻ പറ്റും? സ്വത്ത് കിട്ടാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും അമ്മേ? ജോലിക്കൊന്നും ഞങ്ങൾക്ക് ഇനി പോകാൻ പറ്റില്ല അമ്മേ. എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ ഇഷ്ടം. സ്വത്തിന് പങ്കു ചോദിക്കുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ വാങ്ങിച്ച കടം തീർക്കാൻ അവനോട് പറഞ്ഞു. സ്വത്തൊന്നും ചോദിക്കാൻ പറ്റില്ല. അമ്മേ, 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 എന്തിയൂടാ അമ്മ ഇങ്ങനെയാണല്ലോ പറയുന്നേ? അമ്മ ചോദിച്ചില്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും ചോദിക്കത്തേ ഇല്ല. നമുക്ക് സ്വത്തും കിട്ടാൻ പോകുന്നില്ല. ഏതായാലും 50 ലക്ഷം കിട്ടുമല്ലോ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കേട്ടോ. അല്ല, നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങൾ എവിടെയെങ്കിലും പോയോ തിരിച്ചു വരാനായിട്ട്? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ ഭാസ്കരെ, കൊച്ചുമോനെ, ഇതുവരെ നമ്മള് 4 പേരും ചേർന്നല്ലേ പ്ലാൻ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ എന്താടാ ഞങ്ങൾ 2 പേരെയും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തനിയെ പ്ലാൻ ചെയ്യുന്നേ? എന്ത് പ്ലാൻ? ഞങ്ങൾ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കടാ. അമ്മയുടെ കുടുംബ വീട് അച്ഛൻ അറിയില്ല എന്ന് പറയുന്നത് പോലെ എന്റെ മരുമക്കളുടെ ബുദ്ധി എത്രയുണ്ട് എന്ന് എനിക്കറിയില്ലേ. ആ ഭീം സിംഗിനോട് നിങ്ങൾ കടം വാങ്ങിയെന്നുള്ളതൊക്കെ പച്ച കള്ളമാ മക്കളെ. അയാള് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതൊക്കെ നാടകാണെന്ന് എനിക്കറിയായിരുന്നു. 50 ലക്ഷത്തിന് വേണ്ടി എത്ര വലിയ പ്ലാനാ ഉണ്ടാക്കിയേ. ഇളയമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാലോ. നിങ്ങളായിട്ട് തന്നെ കുടുങ്ങിയിരിക്കുക. ഇന്നലെ രാത്രി എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞല്ലോ. അപ്പോഴെങ്കിലും എന്നോട് ഈ സത്യം പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞ നീ വെറുതെ ഇരിക്കുവായിരുന്നോടെ. ഇവരോട് പോയി പറഞ്ഞു കൊടുക്കില്ലേ? ഇവരാണെങ്കിൽ നാട് മുഴുവൻ ചെണ്ട കൂട്ടി അറിയിക്കും. ഡാഡാ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് മനസ്സിലാക്കുമായിരുന്നു. നിങ്ങളെ ഹൃദയം നിന്നു പോകുന്നത് പോലുള്ള കാര്യം ഞാൻ പറയട്ടെ. എന്താ, വല്ല ബോംബും പൊട്ടിക്കാൻ പോകുന്നുണ്ടോ? അതേടാ, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം
ഞങ്ങള് രണ്ടുപേരും അറിഞ്ഞതുപോലെ ആ വസുവിന് അറിയായിരിക്കില്ലേ? ബസ്സുവെടുത്തേക്ക് ഈ കാര്യമൊക്കെ അറിയാൻ പറ്റുള്ളേ അമ്മേ? ഉറപ്പായിട്ട് അവളും അറിഞ്ഞിരിക്കും. നമ്മള് കോട്ടുവായി ഇടുമ്പോ പല്ലെണ്ണുന്ന പെണ്ണാ അവള്. ഏട്ടാ എന്താ ഇത്? ഡാ, നീ ഒരു ടെൻഷൻ അടിക്കണ്ട. അമ്മയോ അബിയോ കണ്ടുപിടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ബസ് കണ്ടുപിടിക്കാനാ? എടാ, പെറ്റ സ്നേഹം നിന്റെ അമ്മയുടെ കണ്ണു തുറപ്പിക്കോടാ. ചേട്ടാനിയന്മാരോടുള്ള സ്നേഹം അബിയുടെ കണ്ണും തുറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എടാ, നിങ്ങളോടുള്ള സ്നേഹം അമ്മയ്ക്കെല്ലാം തടസ്സമാവോടാ. ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള സ്നേഹം അബി മുതലെടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയുന്ന വസു നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കോ? അത് സത്യമായ ഏട്ടാ. ബസ്സുവെടുത്തി വലിയ ബുദ്ധിശാലിയാ. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എന്താ പ്ലാൻ ചെയ്തെന്ന് അവര് കണ്ടുപിടിച്ചു കാണും. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നേരത്തിനകത്ത് എന്തെങ്കിലും ചെയ്യുമായിരുന്നില്ലേ? ഒന്നും ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഉറപ്പായിട്ടും വസുവെടുത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ആ അമ്മേ, ഏട്ടാ, അഖിൽ, എല്ലാരും വന്നേ. അബി കാശുമായിട്ട് വന്നിരിക്കാന്ന് തോന്നേ. എങ്ങനെയെങ്കിലും അബിയെ സത്യം അറിയിക്കണം. ഭാവന ചേട്ടനോട് സത്യങ്ങളെല്ലാം പറയൂ. എന്തോ പ്രോപ്പർട്ടി വിറ്റ് 50 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടമ്മേ. ഏട്ടനും അഖിലിനും ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. വളരെ താങ്ക്സ് അബി. എന്തിനാ അമ്മേ, ഇതിന്റെ കടമയല്ലേ. ഇന്ന് ഞങ്ങളുടെ അഭിമാനത്തെ നീ കാത്തുരക്ഷിച്ചത് അബി. നന്ദി പറയുന്ന ഒരു കുറച്ചിലാവും. ജീവിതം മുഴുവൻ ഞങ്ങൾ നിന്നോട് കടപ്പെട്ടവരായിരിക്കും. എന്തിനാട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മള് ചേട്ടാനിയന്മാരാ. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഉറപ്പായോ ഏട്ടാ? ഇനി ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങില്ല. ഞങ്ങൾ പ്രോമിസ് ചെയ്യാം. ഐ ബിലീവ് ഇൻ യു. ദാ, ഈ കാശ് കൊണ്ടുപോയി അയാൾക്ക് പെട്ടെന്ന് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പക്ഷേ പുറത്തുനിന്നും ദയവായി കടം വാങ്ങിക്കരുത്, പ്ലീസ്. അബി പറഞ്ഞത് നല്ല കാര്യാ. നീ ഈ വീട്ടിലെ മൂത്ത മകനായിട്ട് ജനിക്കേണ്ടതാ. അച്ഛന്റെ ചുമതലകൾ നീ നിറവേറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ ദൈവമാണ്. ദിവസവും ഞങ്ങൾക്ക് ഏട്ടനെ പൂജിക്കണം. ശരിയാ അബി, നീ ഞങ്ങളുടെ രക്ഷകനാണ് അബി. ശരിക്കും ദൈവത്തെ പോലെ. ഞങ്ങൾ ഏട്ടന് ക്ഷേത്രം പണിയും. അബി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടത്തി? ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല അബി. ഇവരെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരെക്കുറിച്ച് ഏട്ടത്തി? പറയാം അബി. ഇതിൽ കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എല്ലാം ഞാൻ തുറന്നു പറയാം. എന്താ കാര്യം ഭാവനെ? പാവനി എങ്ങനെ ധൃതി പിടിച്ചതിന് നമ്മുടെ പേര് പറയൂ. ഭാസ്കരേട്ടനെ കൊണ്ട് സത്യം ചെയ്യിച്ചതല്ല, പിന്നെ എങ്ങനെ പറയും? ഏട്ടത്തി, എന്താന്ന് വെച്ചാ പറയൂ. എന്തെന്ന് വെച്ചാൽ അത് ഞാൻ തന്നെ പറയാം ചേച്ചി. വസുന്ധര, ഏട്ടത്തിയെ പറയാൻ അനുവദിക്ക. ചേച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. ചേച്ചി പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയാട്ടാ. ഏട്ടാ, ബസ്സുവെടുത്തിയും ഭാവനെടുത്തിയും ഒന്നായോ? നമ്മുടെ കാര്യം പുറത്താക്കുവോ? അതാണ് എനിക്കൊരു സംശയം. അബി സത്യം അറിയാണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. പറയൂ വസുന്ധരെ, എന്താ കാര്യം? ഭാസ്കരേട്ടനും അഖിലും ആ ഭീം സിംഗിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയില്ലായിരുന്നോ? അതെ. ഇന്നലെ അയാള് വീട്ടിൽ വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ടല്ലേ വസു ഇന്ന് തന്നെ അയാളുടെ കടം തീർക്കാൻ പോകുന്നേ? ഈ കാശ് അയാൾക്ക് കൊടുക്കാനാണോ? കൊടുത്താലല്ലേ കടം തീർക്കാൻ പറ്റൂ. അത് വേണ്ട ഏട്ടാ.
എന്ത് പറ്റി വസുന്ധര? കൈ നീട്ടി വാങ്ങിയ കടം എന്നായാലും തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അയാളുടെ കയ്യിൽ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാളോട് വീട്ടിൽ വന്ന് വാങ്ങാൻ പറയട്ടാ. എന്തിനാ വസു? ഇന്നലെ അയാൾ എന്തൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയെ? ഈ വീട്ടിലെ മരുമക്കളെ അയാള് പിടിച്ചോണ്ട് പോകുന്നൊക്കെയല്ലേ പറഞ്ഞത്? അയാള് വന്ന് ചേച്ചിയോടും കാർത്തികയോടൊക്കെ സോറി പറയണം. അയാൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയണം. അതിനുശേഷം കാശ് കൊടുത്താൽ മതിയേട്ടാ. അതെ അബി, അവൻ ഈ വീട്ടിലെ മരുമക്കളെ അപമാനിച്ചത്. അവൻ മാപ്പ് ചോദിച്ചേ മതിയാവൂ. എന്തിനാ എടുത്തി? അവൻ ഒരു അലവലാതിയാണെന്ന് മനസ്സിലായില്ലേ? ഇത്തരം ആൾക്കാരൊക്കെ എന്തിനാ വീടിനകത്തേക്ക് കയറ്റുന്നേ? അതെ അമ്മേ, നമ്മൾ തന്നെ പണം കൊണ്ടുപോയി അയാളുടെ മുഖത്തെറിഞ്ഞ പ്രശ്നം തീർന്നല്ലോ. കാർത്തിക, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇന്നലെ നീയും ചേച്ചിയും എന്തുമാത്രം വിഷമിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാ ഇന്ന് ഈ പണം അറേഞ്ച് ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ അയാള് പിന്നെയും ഈ വീട്ടിൽ വന്ന് അനാവശ്യം പറയില്ലായിരുന്നോ? ഗുണ്ടുകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നോ? അങ്ങനെയുള്ളവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. ശരിയാണ് വസുന്ധരെ, അവൻ നമ്മുടെ കുടുംബത്തെ അപമാനിച്ചിട്ടാണ് പോയത്. അവന് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളോട് അവൻ സോറി പറഞ്ഞേ പറ്റൂ. ഏട്ടാ അഖിൽ, അയാൾ എത്രയും പെട്ടെന്ന് വിളിക്കാം. ക്യാഷ് റെഡിയാണ്, എത്രയും പെട്ടെന്ന് ഒന്ന് കളക്ട് ചെയ്യാൻ പറയും. വീണ്ടും എന്തിനാണ് അഭി പ്രശ്നം? അയാൾ ആളത്ര ശരിയല്ല. അങ്ങനെയുള്ള ദുഷ്ടന്മാരിന്ന് മാറി നിൽക്കണം ഏട്ടാ. അയാള് വന്ന് ഭാവനേച്ചിയോടും കാർത്തികയോടും ഉറപ്പായിട്ടും സോറി പറഞ്ഞേ പറ്റൂ അഖിൽ. എന്നിട്ട് കാശ് കൊടുത്താ മതി. വസു പറഞ്ഞതുപോലെ ചെയ്യേ. അവൻ ഒരു ജന്മത്തിലും ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. ഏട്ടാ വിളിക്കാവനെ, അല്ലെങ്കിൽ അവന്റെ നമ്പർ എടുക്ക്, ഞാൻ തന്നെ സംസാരിക്കാം. അഭി അഭി വേണ്ടടാ അഭി, ഞങ്ങൾ തന്നെ പോയി സംസാരിച്ചോളാം. ആ എന്താ പ്ലാൻ ഇങ്ങനെ ആയത്? നീ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയായിരുന്നു. എന്താ വീണ്ടും സ്വപ്നം കണ്ടോ? സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യോടാ. എന്താ നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വസു എടുത്തിട്ട് പ്ലാൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും വസു പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. കണ്ണിന്റെ മുന്നിൽ നിന്ന് സ്വത്ത് കൈവിട്ട് പോകുമ്പോ ആരെങ്കിലും മിണ്ടാതിരിക്കോ? ഇതെല്ലാം വസുവേട്ടത്തി എങ്ങനെയാ മുൻകൂട്ടി കാണുന്നേ? ആ സ്വാമിജിയുടെ കാര്യം മുൻകൂട്ടി ഗസ് ചെയ്തയാ. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്ലാന് ഇവരെ സ്മെല് ചെയ്ത് കണ്ടുപിടിച്ചാ. നീ വസുവിനെ കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാടാ. അവള് ബുദ്ധിശാലിയൊക്കെയാണ്, പക്ഷെ അത് അത്രത്തോളൊന്നും വരില്ല. അങ്ങനെ അവളെ നമ്മൾ ചെറുതായിട്ട് കാണുകയാണെങ്കിലേ നമ്മളായിരിക്കും പ്രശ്നത്തിൽ കുടുങ്ങാൻ പോകുന്നേ. എന്ത് ചെയ്യാനാ ആന്റി? എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, വേറെ എന്തൊക്കെയോ നടക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടാ. നീ ആദ്യം അയാളെ ഫോൺ ചെയ്യേ. വീട്ടിൽ വന്ന് സോറി പറഞ്ഞിട്ട് പണവും വാങ്ങി വേഗം പോവാൻ പറ. ഹലോ, പറഞ്ഞോളൂ ബോസ്. വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, പണം വാങ്ങിക്കൊണ്ട് വെക്കോ. എന്താ ബോസ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, പണം വാങ്ങിക്കൊണ്ടുവരും, വീണ്ടും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരും, പണവും വാങ്ങിക്കൊണ്ടു പോകും. അതിനു പകരമായി നിങ്ങൾക്ക് തന്നെ നേരിട്ട് പണം വാങ്ങിക്കൂടെ? താൻ അതിസാമർത്ഥ്യമൊന്നും കാണിക്കാതെ വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. വന്നേക്കാം ബോസ്. ഇപ്പൊ വരൂന്ന് ഏട്ടാ. അയാൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് വാസു എന്തൊക്കെ പ്ലാൻ ചെയ്യുന്ന നീ കണ്ടോ? അപ്പോ ആ പണം കൂടി നമ്മുടെ കയ്യിൽ വരാത്ത രീതിയിലാക്കുവോ? പണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. അതെ ഏട്ടാ, വേറെ ജോലിക്കൊന്നും പോകുന്നത് എനിക്ക് സെറ്റ് ആവില്ല. നമുക്ക് ബിസിനസ്സാ പറ്റിയത്. എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുമെന്ന് ആ ഭാസ്കർ അഖിലും സ്വപ്നം കണ്ടോണ്ടിരിക്കുക. പക്ഷെ ആ വസു ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ വസുവേട്ടത്തെക്കാളും അനുഭവമുള്ള ആളല്ലേ? അപ്പോ വസുവേട്ടത്തിയുടെ പ്ലാൻ ഇല്ലാതാക്കാൻ കഴിയില്ലേ? ഇപ്രാവശ്യം വസു എന്ത് പ്ലാൻ ചെയ്താലും അതിനെ നമുക്ക് പൊളിക്കണം. അതെ ഏട്ടാ, ഓരോ തവണയും നമ്മൾ തോറ്റോണ്ടിരിക്കുക. ഈ പ്രാവശ്യം വസു എടുത്തെ തോൽക്കേണ്ടത്. അത് അവരുടെ മണ്ടത്തരം. വസുവിനെ തോൽപ്പിക്കാൻ ഇവരാരും വിചാരിച്ചാൽ നടക്കില്ല. എന്തു പറ്റി ആന്റി? എന്നും വസുവേട്ടത്തെ കുറ്റം പറയുന്ന ആള് ഇന്ന് വസുവേട്ടത്തെ പുകഴ്ത്തുന്നു. ഈ വീട്ടിൽ ഇത്രയൊക്കെ നടന്നിട്ടും ഈ വസു ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആ ഭീംസിംഗ് ഈ വീട്ടിലേക്ക് വരട്ടെ,
വസു ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നിനക്ക് തന്നെ കാണാം. വാ പോകാം. എടാ സർ, അതാണ് വീട്. എടാ ഞാൻ അകത്ത് പോയി പണവും വാങ്ങി പുറത്തേക്ക് വരും. നീ ആ പില്ലറിനടുത്ത് ഒളിഞ്ഞിരിക്കെ. ഞാൻ പുറത്തു വന്ന ഉടനെ നീ ആ പണവും തട്ടിയെടുത്ത് ഓടിക്കോ. ഇവിടെ നിന്ന് ഓടുന്ന ഓട്ടം വീടെത്തുന്നത് വരെ നിർത്തരുത്. പാവം സാറേ, അവര് പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്നതാ സാർ. അവരെ പറ്റിച്ചാൽ എങ്ങനെ? അവർ സ്വന്തം കുടുംബത്തെ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവരെ ചീറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് അവര് കുഴിച്ച കുഴി തന്നെ വീഴണം. ഇറങ്ങിക്കോടാ. നീ വയ്ക്കോ. അബിയോട് ഞാൻ സത്യം പറയാൻ പോയപ്പോ നീ എന്തിനാ തടഞ്ഞത് വസു? അബിയുടെ മുൻപിൽ സംസാരം എന്തിനാ മാറ്റിയത്? ഏട്ടന്റെ മുന്നിലും അമ്മയുടെ മുന്നിലും ഭാസ്കരേട്ടനും അഖിലും തല കുനിഞ്ഞു നിൽക്കാതിരിക്കാൻ വേണ്ടിട്ടാ. തെറ്റ് ചെയ്തവര് തല കുനിക്കുക തന്നെ വേണം. നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ തെറ്റിനെ ന്യായീകരിക്കാൻ പാടില്ല. ഭർത്താവ് തെറ്റ് ചെയ്ത ഭാര്യയാണ് ബുദ്ധി ഉപദേശിക്കേണ്ടത്, നമ്മളല്ലേ തിരുത്തി കൊടുക്കേണ്ടത്. പക്ഷെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ വേണം ചെയ്യാൻ. ആ കാര്യമൊക്കെ എനിക്കും അറിയാം വസു. പക്ഷെ അവരാണെങ്കിൽ അതിര് കടന്ന് പോവാണല്ലോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്ത വെറും ക്രൂരന്മാരായി പോയി അവര്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തിനാ മാപ്പ് കൊടുക്കുന്നേ? ക്ഷമിക്കണം ചേച്ചി, എന്നാലേ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റൂ. ഈ കൂട്ടുകുടുംബം ഒരിക്കലും പിരിയാതെ നമ്മൾ സൂക്ഷിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ ദുഷ്ടത വെച്ചുകൊണ്ട് പുറമെ ചിരിച്ച് അഭിനയിച്ച് നടക്കുന്ന മനുഷ്യർക്കിടയിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു വസു? അവരെപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓരോ നിമിഷം ഇങ്ങനെ ഭയന്നുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പോകുന്നേ? ഭാസ്കരേട്ടന്റെയും അഖിലിന്റെയും സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്ത് പ്രശ്നമായാലും അവരുടെ സ്വഭാവം മാറുന്നത് വരെയുള്ളൂ. അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമല്ലോ. ഇപ്പൊ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് വസു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ പണയം വെച്ച് കളിക്കുകയാണ് അവര്. സാരമില്ല ചേച്ചി, എല്ലാം ദൈവം നോക്കിക്കോളും. വസുന്ധര, വസുന്ധര, ഏട്ടൻ ഇങ്ങോട്ട് വരിക. ചേച്ചി ഒന്നും സംസാരിക്കാൻ പോവണ്ട. എന്താ ഏട്ടാ? ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോണോ അബി? അയ്യോ വേണ്ട ഏട്ടത്തി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിക്കുന്നു വസുന്ധര. അതിന് എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളെ സമ്മതിച്ചാലേ ഞാനത് ചെയ്യൂ. ഞാൻ ഏട്ടനെ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് സ്വത്തിന്റെ കാര്യമാണ്. എന്റെ ഏട്ടനും അനിയനും ആരുടെ അടുത്തും കൈനീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ അവര് പുറത്തു പോയി ജോലി ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. സ്വത്തുക്കള് ഏട്ടന്റെയും അഖിലിന്റെയും കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതാന്നല്ലേ പറഞ്ഞത്. എന്നാലിപ്പോ എന്റെ മനസ്സ് ഞാൻ മാറ്റി. സ്വത്തുക്കള് ഏട്ടന്റെയും അഖിലിന്റെയും പേരിൽ എഴുതാമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. അവർക്ക് സ്വന്തമായി സ്വത്തുണ്ടായിരുന്നെങ്കിൽ ഭാസ്കരേട്ടനും അഖിലും എന്തെങ്കിലും ബിസിനസ് ചെയ്യുമായിരുന്നു. ഇതിൽ തനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലല്ലോ? അതിൽ എനിക്ക് എന്താ പ്രശ്നമുള്ളത്? സ്വത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർക്കല്ലല്ലോ കൊടുക്കുന്നേ, ഏട്ടന്റെ കൂടെ പിറപ്പുകൾക്കല്ലേ കൊടുക്കുന്നേ. എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാണ് ഇരിക്കുന്നത് വസുന്ധര. എന്റെ ഭാര്യ ആയതുകൊണ്ട് അതിലെല്ലാം പൂർണ്ണ അവകാശം തനിക്കുണ്ട് വസുന്ധര. സ്വത്ത് പിരിക്കേണ്ടി വന്നാൽ അതിൽ തന്റെ കയ്യൊപ്പും വേണം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ സന്തോഷത്തോടെ ഏട്ടൻ പറയുന്നിടത്തെല്ലാം ഞാൻ ഒപ്പിട്ടോളാം. താങ്ക്സ് അലോട്ട് വസുന്ധര. ഒരു ടെൻഷനും കൊഴിഞ്ഞു. അപ്പോ ഞാൻ തടസ്സം നിൽക്കുമെന്നാണോ ഏട്ടൻ വിചാരിച്ചേ? ഇല്ല, ഭാര്യയായ തന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? ഏട്ടൻ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് സന്തോഷാ. ഏട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വക്കീലിനെ വിളിച്ച് പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കാൻ വേണ്ടി പറയാം. എടുത്തി ഹാപ്പി അല്ലേ?
ഞാൻ തന്നെ ഇത്രയും സന്തോഷത്തിലായിരിക്കുമ്പോ ചേച്ചിക്ക് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുക ഏട്ടാ. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും അഖിലിനും ഒരുപാട് സന്തോഷാവും. എല്ലാം റെഡിയായതിനു ശേഷം അവരെ അറിയിച്ചാൽ മതി. ഓക്കെ? ഭാര്യയ്ക്ക് ഭർത്താവിന് ഭ്രാന്ത് പിടിച്ചിരിക്കണോ? മുഴുവൻ സ്വത്തും അവരുടെ പേരിൽ എഴുതി വെക്കാൻ പോവാണോ? നല്ല കാര്യമല്ലേ ചേച്ചി? സ്വത്ത് കിട്ടിയ ഭാസ്കരേട്ടന്റെ അഖിലിന്റെ മനസ്സ് മാറി അവർ കാര്യങ്ങളൊക്കെ നോക്കില്ലേ? അത് നിന്റെ തോന്നലാണ് വസു. ആ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അങ്ങനെയുള്ളവർക്ക് സ്വത്ത് കൊടുത്താലും അത് സംരക്ഷിക്കില്ല. അങ്ങനെ പറയല്ലേ ചേച്ചി. നമ്മുടെ ഭാസ്കരേട്ടനും അഖിലും അത്രയ്ക്ക് കഴിവില്ലാത്തവരൊന്നും അല്ല. ഇല്ല വസു, നിങ്ങൾ തെറ്റായ തീരുമാനമാണ് എടുക്കുന്നത്. ഇതൊരിക്കലും ശരിയാവില്ല. ഏട്ടൻ എന്ത് ചെയ്താലും നന്നായിട്ട് ആലോചിച്ചിട്ടല്ലേ ചെയ്യൂ. ഏട്ടന് എനിക്ക് നല്ല വിശ്വാസമാണ്. എന്റെ ഭർത്താവിനെ അഖിലിനെ എനിക്ക് വിശ്വാസം ഇല്ലല്ലോ. സ്വത്തിന്